75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ ചിതയടങ്ങും മുമ്പേ പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്താൻ ഒരിക്കൽ പോലും കുടുംബം ആഗ്രഹിച്ചിരുന്നില്ല. കുപ്രചാരണങ്ങളും മാനസിക വൈഷമ്യങ്ങളും പരിധി കടന്നപ്പോൾ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തെളിഞ്ഞില്ല. വിഷമങ്ങളും പരാതികളും ഒന്നൊന്നായി അക്കമിട്ട് നിരത്തി. മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്, വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് വിടുകയാണ്, കഴിഞ്ഞ് വരികയാണ്, നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അത് സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ലോറി ഉടമ മനാഫിൽ മാത്രം ഒതുങ്ങുന്നതല്ല പരാതി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും കുടുംബം ആഞ്ഞടിച്ചു. 3-ാം ഘട്ട തിരച്ചിൽ ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത്. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ഡ്രഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ആദ്യത്തെ 2-ാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫേർട്ടും ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് 2 ദിവസം നമുക്ക് നഷ്ടമായി. അർജുനെ മുൻനിർത്തി യൂട്യൂബ് ചാനലുകൾ മോടി പിടിപ്പിക്കാനായിരുന്നു മനാഫും മാൽപ്പയും ശ്രമിച്ചതെന്നും കുടുംബം കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി, ഈശ്വർ മൽപ്പയും ടീമും വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ച് കയറ്റി അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി കഴിഞ്ഞ്. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചില്ല. ലോറിക്ക് വേണ്ടിയിട്ടാണ് അവിടെ മീൻസ് അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുന്ന അന്ന് മുതലും മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ നിർത്തുന്നില്ല. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓടി നടക്കുകയാണ് ഏട്ടന്റെ പേരും പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ ഓരോന്നും നിഷേധിക്കുകയാണ് ലോറി ഉടമ മനാഫ്. തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിയട്ടെ എന്നും പ്രതികരണം. ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞു കൊന്നാളെൻ്റെ. 2.5 മാസത്തോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അർജുനെ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. 2 സംസ്ഥാന സർക്കാരുകളും സൈന്യവും ഉൾപ്പെടെ വലിയൊരു സംഘം ദൗത്യത്തിൽ പങ്കാളികളായി. നാട് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ചരിത്രത്തിന് പകരം സ്വാർത്ഥതയുടെ കഥ പ്രചരിക്കാതിരിക്കട്ടെ. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുതെന്നും അഭ്യർത്ഥന. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.